നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കും ഒരു വലിയ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നു. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴത്തേക്കും ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ പേസ്റ്റായിട്ട് വന്നപ്പോൾ നമ്മളിവിടെ 100 ഗ്രാം സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താണ്. അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരല്പം മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.